കൂട്ടുകാരെ, തിരുവനന്തപുരത്ത് വെമ്പായം കുപ്പത്ത് പ്രവർത്തിക്കുന്ന ഹാപ്പി ലാൻഡ് അമ്യൂസ്മെന്റ് പാർക്കിലോട്ടാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. അവിടെ ഒന്നുമില്ല എന്ന് പലരും പറഞ്ഞു കേട്ട് ഇത്രയും നാളെ പോകാമായിരുന്നാണ് ഞാൻ. പക്ഷെ പോയപ്പോൾ ഒരുപാട് താമസിച്ചു പോയല്ലോ എന്നായിപ്പോയി. ഒരിക്കലും കൊച്ചിയിലെ വണ്ടർലായുമായി താരതമ്യം ചെയ്യരുത്. അവിടെ അത്രയുള്ള റൈഡുകൾ, സ്ഥലവിസ്തീർണം തുടങ്ങിയവയൊന്നും ഇവിടെ ഇല്ല. പക്ഷേ ഒന്നുമില്ലെന്ന് പറയരുത്. ക്യാഷും നോക്കിയാലും പാതിയോളം കുറവാണ്. ഒരു ദിവസം എന്റർടൈൻ ചെയ്യാനുള്ളതൊക്കെ ഉണ്ട്. പ്രവാസികളായ മലയാളി യുവാക്കൾ ചേർന്ന് 2005 10 കോടിയോളം രൂപ മുതൽ മുടക്കി അമ്യൂസ്മെന്റ് പാർക്ക് തുടങ്ങിയത്. ജീവനക്കാർ കൂടുതലും സ്ത്രീകളാണ്. പ്രദേശവാസികളാണ് കൂടുതലും, പ്രത്യേകിച്ച് മാണിക്കൽ, വെമ്പായം പഞ്ചായത്തിൽ നിന്നുള്ളവർ. 100-ൽ കൂടുതൽ പേർ പ്രത്യക്ഷമായും 50ഓളം പേർ പരോക്ഷമായും ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. പാർക്കിന് വിശാലമായ സ്ഥലം തന്നെയുണ്ട്. പാർക്കിങ്ങിന് പ്രത്യേകിച്ച് ഫീസൊന്നും ഈടാക്കുന്നില്ല. നാലടിയിലധികം പൊക്കമുള്ള കുട്ടികൾക്ക് മുതിർന്നവരുടെ ഫീസാണ് ഈടാക്കുന്നത്. ഇപ്പോൾ അത് 120 സെന്റിമീറ്റർ ആക്കി കുറച്ചിട്ടുണ്ട്. നമ്മൾ പോയത് ജൂലൈ 2023 അന്ന് GST ഉൾപ്പെടെ റേറ്റ് മുതിർന്നവർക്ക് 590 ഉണ്ടായിരുന്നത് ഇപ്പോൾ 700 രൂപയായി മാറിയിട്ടുണ്ട്. കുട്ടികൾക്ക് 470 രൂപ ഉണ്ടായിരുന്നത് 570 രൂപയായി മാറിയിട്ടുണ്ട്. ഈ നിരക്ക് ശനി, ഞായർ, പബ്ലിക് ഹോളിഡേയ്സിലാണ് ഉള്ളത്. വർക്കിംഗ് ഡേയ്സ് റേറ്റ് കുറവാണ്. പാക്കേജ് വരുന്ന വിദ്യാർത്ഥികൾക്കും റേറ്റ് കുറവാണ്. വീഡിയോയിൽ ഇപ്പോഴത്തെ നിരക്കുകൾ കൂടി ചേർത്തിട്ടുണ്ട്. 5D തിയേറ്ററിൽ ഒരു പ്രാവശ്യം മാത്രമാണ് പ്രവേശനം. അതിന്റെ ടിക്കറ്റ് പ്രത്യേകം എൻട്രൻസ് വെച്ച് കയറി തരും. അത് സൂക്ഷിച്ചു വെക്കണം. ഇത് കാണിക്കുന്ന എല്ലാ അന്ന് പ്രവർത്തനക്ഷമമായിരുന്നില്ല. ഇപ്പോൾ എല്ലാം പ്രവർത്തിക്കുന്നുണ്ടാവണം. അതായിരിക്കും റേറ്റ് കൂടിയതെന്ന് അനുമാനിക്കുന്നു. ലോക്കറിന് പ്രത്യേകം ചാർജാണ്. അതിന്റെ താക്കോൽ നമ്മുടെ ഓൺ ഡെസ്ക് തന്നെ സൂക്ഷിച്ചു വെക്കേണ്ടതാണ്. വെള്ളത്തിൽ ഇറങ്ങാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള മുറിയും ഇവിടെയാണ്. ടോയ്ലറ്റും ഇവിടെയാണുള്ളത്. കുട്ടികൾക്ക് വെള്ളത്തിൽ ഇറങ്ങാൻ പ്രത്യേകം ഡ്രസ്സൊന്നും എടുത്തിരുന്നില്ല. അതിവിടെ ലോക്കറിനടുത്തുള്ള ഒരു കടയിൽ നിന്ന് വാങ്ങി. വെള്ളത്തിൽ ഇറങ്ങുന്നതിന് മുമ്പ് ആദ്യം ഡാഷിംഗ് കാർ, ഹോഴ്സ് വില്ല, ബുൾ റൈഡ്, 5D തിയേറ്ററിൽ പോകാമെന്ന് വിചാരിച്ചു. കാരണം നനഞ്ഞു കഴിഞ്ഞാൽ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് വേണം ഇവിടെ കയറാൻ. ജംഗിൾ സഫാരി അന്ന് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നില്ല. ബുൾ റൈഡ് കാണുന്നതിന് സിമ്പിൾ അല്ല. ബാലൻസ് തെറ്റാതെ വീഴാതിരിക്കുന്ന ആരെയും കണ്ടില്ല. ഡാഷിംഗ് കാർ നല്ലൊരു അനുഭവം തന്നെയായിരുന്നു. നിർദ്ദേശങ്ങളെല്ലാം ബോർഡിൽ തന്നെയുണ്ട്. കോസ്റ്റ്യൂമിലെ ചെറിയ മോൾ ആദ്യം അകത്ത് കയറാൻ കൂട്ടാക്കിയില്ല. പിന്നെ കുറെ പറഞ്ഞ് കയറി കഴിഞ്ഞ് പുറത്തു വന്നപ്പോൾ വീണ്ടും കയറണമെന്നായി. കുട്ടികൾക്കും പേടിയുള്ളവർക്കും മുതലാക്കാവുന്ന ഒരു ഐറ്റമാണിത്. അല്ലാത്തവർക്കൊരു ബോറിംഗ് ആയിട്ടേ തോന്നാം. ശരിക്കും എൻജോയ് ചെയ്ത ഒന്നാണ് 5D തിയേറ്റർ. നിറച്ചും ആൾക്കാരുണ്ടായിരുന്നു. അവിടെ നിന്ന് സ്റ്റാഫായ സ്ത്രീകളുടെ പെരുമാറ്റ മര്യാദ വളരെ പ്രശംസ അർഹിക്കുന്ന ഒന്നാണ്. വളരെ ചെറിയ കുട്ടികളുമായി വന്നവരുടെ കുട്ടികളെയൊക്കെ തിയേറ്റർ കഴിയുന്നത് വരെ അവർ തന്നെ മുൻകൈ എടുത്ത് സന്തോഷപൂർവ്വം കുട്ടികളെടുത്ത് സഹായിച്ചു. അടുത്ത സ്ഥലത്തോട്ട് വാട്ടർഫോൾ, ക്രേസി ക്രൂയിസ്, മങ്കി ട്രീ, മൾട്ടി ലൈൻ, പെൻഡുലം പുഷ്പക്, ജൈറോസ്കോപ്പ് ഉള്ള ഇടങ്ങളിലേക്കും. ജൈറോസ്കോപ്പ് അവിടെ കണ്ടിരുന്നില്ല. പാറക്കെട്ടുകളുടെ ഇടയിൽ വാട്ടർഫാൾസ് ഉള്ള സ്ഥലം അന്ന് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നില്ല. മങ്കി ട്രീ കുറച്ച് സമയം ചെലവഴിക്കാൻ കൊള്ളാം.
മൾട്ടി ലൈൻ കൊള്ളാവുന്ന ഒരു ഐറ്റമാണ്. താഴെ എത്തിയ ശേഷം വീണ്ടും അവിടെ നിന്ന് നടന്ന് കയറി വീണ്ടും പോകാം. അപ്പോഴേക്കും ലഞ്ച് ബ്രേക്ക് ആയതിനാൽ അത് കുറച്ചു നേരത്തേക്ക് നിർത്തിവെച്ചു. അതുകൊണ്ട് ക്രേസി ക്രൂയിസിൽ പെൻഡുലം പുഷ്പകളൊന്നും കയറിയില്ല. പിന്നെ തിരിച്ചു വന്ന് അതിൽ കയറാനും കുട്ടികൾ ആഗ്രഹം പ്രകടിപ്പിച്ചില്ല. അല്ലാതെ തന്നെ വേവ് പൂളിലൊക്കെ കയറി അവർ പരമാവധി എൻജോയ് ചെയ്തു. ഇതാണ് ഇവിടുത്തെ വേവ് പൂൾ. വേവ് പ്രവർത്തിക്കുന്ന സമയം കൂടുതൽ ആസ്വദിക്കാൻ കഴിയും. ആളുകൾ കൂടുതൽ ഇവിടെയാണ്, പിന്നെ ഫാമിലി പൂളിൽ. അടുത്തായി തന്നെ ഫാമിലി പൂളും കാണാം. ഇവിടെ വേവ്സ് ഇല്ല. വേവ് പൂൾ കഴിഞ്ഞാൽ കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയതാണ് ഫാമിലി പൂൾ. അക്കോ ട്രെയിൽ ഫാമിലി പൂളിന്റെ ഒരു ഭാഗം മാത്രം. വേവ് പൂൾ ഫാമിലി പൂളിന്റെ ഒക്കെ അടുത്ത് തന്നെയുള്ള ഷോപ്പിൽ കോഫി, ഐസ്ക്രീം തുടങ്ങിയവ കിട്ടും. അടുത്ത് തന്നെ റെസ്റ്റോറന്റും ഉണ്ട്. വേവ് പൂൾ, ഫാമിലി പൂൾ എന്നിവയിലൊക്കെ കുട്ടികൾ കയറി ഡ്രസ്സ് മാറിയ ശേഷം റൈഡിംഗ് ഉള്ള ഭാഗത്ത് പോയി. പൂളിന്റെ സൈഡിൽ കൂടി തന്നെ കൊളംബസ് എന്നത് കപ്പലിന്റെ ഷേപ്പിലുള്ള ഒരു റൈഡിംഗ് ആണ്. അടുത്തത് ഓപ്പറേറ്റ് ചെയ്യാൻ ആരെയും കണ്ടില്ല. ഒരുപക്ഷെ നമ്മൾ താല്പര്യപ്പെട്ടാൽ അവർ അത് പ്രവർത്തിക്കുമായിരിക്കും. അടുത്തുള്ള ബ്രേക്ക് ഡാൻസ് റൈഡ് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. ചലഞ്ചർ എന്ന റൈഡിലും അടുത്ത ആരെയും കണ്ടില്ല. അതിൽ കയറാൻ ആ സമയം താല്പര്യമില്ലാത്തതുകൊണ്ട് അടുത്ത റൈഡുള്ള സ്ഥലത്തോട്ട് നടന്നു. പീജിയൻ എന്ന പേരുള്ള റൈഡാണ് പിന്നെ കണ്ടത്. നമ്മൾ വന്നപ്പോൾ ഒരു ഫാമിലി ഇറങ്ങി പോകുന്നത് കണ്ടു. ഞായറാഴ്ചയായിട്ടും ഇവിടെ റൈഡിനൊന്നും ഒരു തിരക്കും കണ്ടില്ല എന്നാണ് സത്യം. റൈഡ് ചെയ്യാൻ ആളൊക്കെ ഉണ്ട്. സിപ്പ് ലൈനിൽ ഒന്ന് കയറിയാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അതിൽ പണി എന്തോ നടക്കുകയാണെന്ന് പീജിയൻ റൈഡിലെ സ്റ്റാഫ് പറഞ്ഞു. ഇനി ചെക്കിൻ തുടങ്ങിയതുകൊണ്ട് കുറച്ച് മാസങ്ങൾക്ക് ശേഷം കാണുമെന്ന് അറിഞ്ഞു. ഇപ്പോൾ ശരിയായി കാണുമായിരിക്കാം. കഴിക്കാൻ പുറത്തു പോകണ്ട, ഇവിടുത്തെ റെസ്റ്റോറന്റിലെ നിലവാരം ഒന്ന് അറിയാമല്ലോ എന്ന് വിചാരിച്ച് പൂളിനടുത്ത് തന്നെയുള്ള റെസ്റ്റോറന്റിൽ കയറി. 4 മണി കഴിഞ്ഞ് ചായകുടി സമയമായിരുന്നു. അപ്പോഴേക്കും ഉച്ചയ്ക്കൊന്നും കഴിച്ചിരുന്നില്ല. ചിക്കൻ ബിരിയാണി ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ 3 ചിക്കൻ ബിരിയാണി വാങ്ങി. ഒരു ബിരിയാണി ആ സമയം 160 രൂപയായിരുന്നു. മുട്ട, പപ്പട, സാലഡ് എല്ലാം ഉണ്ട്. നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. ക്വാണ്ടിറ്റി വെച്ച് നോക്കുമ്പോൾ നമുക്ക് 2 ബിരിയാണി മതിയായിരുന്നു 3 ബിരിയാണിക്ക് പകരം. നല്ല രീതിയിൽ ബിരിയാണി ആസ്വദിക്കുന്ന ഒരാളാണെങ്കിൽ ഈ ബിരിയാണി ഇഷ്ടപ്പെടണമെന്നില്ല. നെയ്യൊന്നും അങ്ങനെ ചേർത്തതായി തോന്നിയില്ല. ഒരു ആവറേജ് രുചി തന്നെ എന്ന് പറയേണ്ടി വരും.
എസൻസ് ഒന്നും ചേർത്തിട്ടില്ല. അതുകൊണ്ട് വയറിന് പ്രശ്നമൊന്നും വരില്ല, വിശ്വസിച്ച് കഴിക്കാം. നമ്മളെ സംബന്ധിച്ച് നമ്മൾ നല്ല രീതിയിൽ ആസ്വദിച്ചു. നമ്മൾ ഏകദേശം ഉച്ചയ്ക്ക് 12 മണിയായി ടിക്കറ്റ് എടുത്തു പോകും. രാവിലെ ഒരു 10-10:30 വരുന്നതാണ് നല്ലത്. അതാകുമ്പോൾ റൈഡിങ് എല്ലാം കയറി കുറെ കൂടി സമയം ഇവിടെ ചെലവഴിക്കാൻ സാധിക്കും.